Okay, so here we will discuss one numericals regarding not fixed bias, voltage divider biasing circuit. We will discuss one numerical regarding voltage divider biasing circuit. So, അതിനകത്ത് തന്നേക്കുന്നത് ഇതാണ് ക്വസ്റ്റ്യൻ ഇതാണ്. Find the values of IC, VE, VCC, VCE and R1. Find the values of IC, VE, VCC, VCE and R1. അതിന്റെ കൂടെ ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ട്. സർക്യൂട്ട് കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു വോൾട്ടേജ് ഡിവൈഡർ ബയസിംഗ് സർക്യൂട്ട് ആണെന്നുള്ള കാര്യം സർക്യൂട്ട് വരയ്ക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം RE എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ് കയറി വന്നു. RE വന്നു കഴിഞ്ഞാൽ R1 R2 വന്നു കഴിഞ്ഞാൽ you need to identify this is a fixed biasing circuit. So VCC it is not given. സർക്യൂട്ട് അതുപോലെ വരച്ചെടുക്കുക. നോട്ട് ചെയ്യുന്നവര് കിലോ ഓം and R1 value not given. R1 here 8.2K. R2 വാല്യൂ തന്നിട്ടുണ്ട്. നെക്സ്റ്റ് ദിസ് ഈസ് ഇവിടെ ഒരു കറണ്ട് എഴുതിയിട്ടുണ്ട് ദാറ്റ് ഈസ് 20 മൈക്രോ ആംപിയർ. ദെൻ ഇതിനകത്തൊരു വാല്യൂ എഴുതിയിട്ടുണ്ട് 100. ഇത് തന്നിട്ടുണ്ട് 1.2K. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു വോൾട്ടേജ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ദാറ്റ് വോൾട്ടേജ് ഈസ് 10.6 വോൾട്ട്. ഇത്രയും കാര്യങ്ങളും തന്നേക്കുന്നത്, വേറെ ഒന്നും തന്നിട്ടില്ല. എന്തൊക്കെ കാര്യങ്ങളാണ് തന്നേക്കുന്നത്? ഈ 100 എന്ന് പറയുന്നത് എന്താണ് ഒന്ന് പറയാമോ? വാട്ട് ഈസ് 100? ബീറ്റ. യെസ്, ബീറ്റ ഈസ് 100. ഓക്കെ, ആദ്യത്തെ കാര്യം കണ്ടുപിടിച്ച് ബീറ്റ 100 ആണ്. ദെൻ ഒരു കാര്യം കൂടെ തന്നിട്ടുണ്ട്, അതിന്റെ കൂടെ തന്നെ ഒരു 20 മൈക്രോ ആംപിയർ ഉണ്ട്. എന്തായി 20 മൈക്രോ ആംപിയർ? വാട്ട് ഈസ് ദിസ് 20 മൈക്രോ ആംപിയർ റെപ്രസെന്റ്? IB. Yes, IB is given as 20 microampere. Then if we are having these two factors, I can easily calculate IC. IC is beta IB. Just multiply these two. That is 100 into IB. 20 into 10 raised to minus 6. Yeah, I am writing always like this. Don't simply write 20. It is 20 microampere. That is 20 into 10 raised to minus 6. Micro is 10 raised to minus 6. Using the calculator, substitution steps ഉറപ്പായിട്ട് എഴുതിയിരിക്കണം. Substitution steps എഴുതിയിരിക്കണം. Don't simply multiply. So write the substitution steps. After substituting, you will get IC will be equal to 2 into 10 raised to minus 3 ampere. That is 2 milliampere എന്ന് കിട്ടും. So the first factor given. Okay, IC കണ്ടുപിടിച്ചു. ഇനി എന്താണ് ഈ VE ഒന്ന് പറയാമോ? What is VE? What is VE? എന്താണ് ഈ VE? കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കോ. VE കണ്ടുപിടിക്കാൻ പറഞ്ഞു. You need to calculate VE. What is VE? What is VE? Equivalent. Sorry? Pardon? Can anyone tell me what is VE? Voltage. Voltage? Equivalent. എവിടുത്തെ വോൾട്ടേജ് ഇക്വലന്റ്? So I'll tell. അത് ഓരോ റെപ്രസെന്റേഷൻ ആണ്. VE is the voltage across RE. അത് റെപ്രസെന്റേഷൻ ആണ്. ചിലപ്പോൾ ക്വസ്റ്റ്യനകത്ത് അവർ പറയും സ്പെസിഫിക്കലി, അല്ലെങ്കിൽ നോട്ട് ചെയ്യും. This is the voltage across RE. Voltage across RE. How will you calculate that value? How will you calculate this? This is RE. ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. How will you calculate? How will you calculate this voltage across RE? ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും. വോൾട്ടേജ് അക്രോസ് RE കണ്ടുപിടിക്കണമെങ്കിൽ എന്തൊക്കെ വാല്യൂസ് വേണം? യെസ് പറഞ്ഞേ.
IE and RE. IE തന്നിട്ടുണ്ട്, IE തന്നിട്ടില്ല, RE തന്നിട്ടുണ്ട്. IE കണ്ടുപിടിക്കണം. IE എങ്ങനെ കണ്ടുപിടിക്കും? How will you calculate emitter current IE? How will you calculate emitter current IE? IB plus IC. Yes. IE equal IB plus IC. IB യുടെ വാല്യൂ അറിയാം, 20 മൈക്രോ ആംപിയർ, 10⁻⁻⁶ ആണ്. IC is 2 milliampere, 10⁻⁻3. If you are adding 20 microampere to 2 milliampere, you will get IE equal to 2.02 milliampere. എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടുന്ന് ഈ സ്റ്റെപ്പ് എഴുതിയപ്പോൾ മനസ്സിലായോ? ഞാൻ നേരത്തെ പറഞ്ഞൊരു ഫാക്റ്റിന്റെ ബേസ് ആണ് ഇത് പറഞ്ഞത്. ഒന്ന് പറയാമോ? ഇങ്ങനെ ഒരു കാൽക്കുലേഷൻ ചെയ്തപ്പോഴത്തേക്ക് എന്തെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞ ഫാക്ട് നിങ്ങൾക്ക് മനസ്സിൽ വരുന്നുണ്ടോ? Are you getting any fact if I am writing this IE? Yes. ഞാൻ ഒരു ഡെറിവേഷനകത്ത് പറഞ്ഞിരുന്നു, ICയുടെ വാല്യൂം ഐയുടെ വാല്യൂം ഓൾമോസ്റ്റ് സെയിം ആണ്. ഓൾമോസ്റ്റ് സെയിം. ഇനി ശ്രദ്ധിച്ചാൽ മതി, ഇവിടെ നമുക്ക് ഐയുടെ വാല്യൂ 2.02 മില്ലിയാംപിയർ കിട്ടി, ICയുടെ വാല്യൂ 2 മില്ലിയാംപിയർ കിട്ടി. കണ്ടോ, രണ്ടും ഏകദേശം ഒരുപോലത്തെ വാല്യൂസ് ആണ് കിട്ടുന്നത്. കാരണം IB എന്ന് പറയുന്നത് വളരെ വളരെ കുറവായിരിക്കും, വളരെ മൈന്യൂട്ട് വാല്യൂസ് ആയിരിക്കും. ഞാൻ പറഞ്ഞു ട്രാൻസിസ്റ്ററിന്റെ ബേസിക്സിനകത്ത് പറഞ്ഞു, ബേസ് കറണ്ട് വളരെ മിനിമം ആയിട്ട് സെറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ എമിറ്റർ കറണ്ട് മസ്റ്റ് ബി ഓൾമോസ്റ്റ് ഈക്വൽ ടു കളക്ടർ കറണ്ട് ഇൻ ട്രാൻസിസ്റ്റർ. സോ നമുക്ക് ICയുടെ വാല്യൂം കിട്ടി, സോറി ഐയുടെ വാല്യൂ നമുക്ക് കിട്ടി. ഇനി വിയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. ജസ്റ്റ് മൾട്ടിപ്ലൈ ദീസ് ടു, ജസ്റ്റ് മൾട്ടിപ്ലൈ VE, we need to multiply IE and RE. IE we got 2.02 milliampere, 10⁻⁻3. RE we got 1.2 into 10⁻3. Just multiply and we will get VE will be equal to 2.4 volt. 2.4 volt. So E factor കണ്ടുപിടിച്ചു. Is this clear? Yes, sir. Yes. ഇനി അടുത്തത് കണ്ടുപിടിക്കേണ്ടത് VCC ആണ്. എങ്ങനെ കണ്ടുപിടിക്കും ഒന്ന് പറയാമോ? VCC, ഈ വോൾട്ടേജ് എനിക്ക് കണ്ടുപിടിക്കണം. എന്തെങ്കിലും മാർഗങ്ങൾ ഉണ്ടോ ഇല്ലയോ ഒന്ന് പറയാമോ? ഞാനിതങ്ങ് റിമൂവ് ചെയ്യുകയാണ്. ഒന്ന് പറയാമോ? ഹൗ വിൽ യു കാൽക്കുലേറ്റ് VCC? എന്തെങ്കിലും ഐഡിയാസ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടോ ഒന്ന് പറയാമോ? ഇൻപുട്ട് KVL സ്റ്റെപ്പ് എന്ന് പറയാമോ? എങ്ങനെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ മതി. യെസ്, ഔട്ട്പുട്ട് KVL ആണ് എടുക്കേണ്ടത്. ഔട്ട്പുട്ട് KVL എന്ന് പറയാമോ? ICRC plus ICRC plus VCE plus VCE. പക്ഷെ ഇവിടെ എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടുത്തെ കാൽക്കുലേഷൻ മാത്രം പറഞ്ഞാൽ മതി. എനിക്ക് ഇവിടെ എങ്ങനെ കണ്ടുപിടിക്കും അതിനെ കുറിച്ച് മാത്രം പറഞ്ഞാൽ മതി. ആകെ നമുക്ക് അറിയാവുന്നത് IC മാത്രമേ നമുക്ക് അറിയാവൂ. IC കണ്ടുപിടിച്ചു നമ്മൾ. IC എന്ന് പറയുന്നത് ഹൗ മച്ച് വി ഗോട്ട്? IC വി ഗോട്ട് ലൈക്ക് 2 milliampere. ഈ ഒരു സ്റ്റേറ്റിനകത്ത് എനിക്ക് IC മാത്രമേ ഉള്ളൂ. എന്താണ് ഈ 10.6 ഒന്ന് പറയുമോ? ഞാനൊരു 10.6 എഴുതിയിട്ടുണ്ട്, അതെങ്കിലും നോട്ട് ചെയ്തായിരുന്നു. വാട്ട് ഈസ് ദിസ് 10.6 വോൾട്ട്? What is this 10.6 volt? Yes. ഔട്ട്പുട്ട് വോൾട്ടേജ്. ഏത് വരെയുള്ള വോൾട്ടേജാ ഈ 10.6 എന്ന് പറഞ്ഞാൽ? എവിടം മുതൽ എവിടം വരെയുള്ള വോൾട്ടേജാ? ഈ 10.6 എന്ന് പറയുന്നത് അവിടെയാണ് നിങ്ങളുടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടുത്തെ ആ റെപ്രസെന്റേഷനിൽ ഈ 10.6 എന്ന് പറയുന്നത് ഇവിടം മുതൽ ഈ ഗ്രൗണ്ട് വരെയുള്ള വോൾട്ടേജ് ആണ്. ഈ വോൾട്ടേജ് മുതൽ ഈ വോൾട്ടേജ് ആണ് 10.6. കാരണം ഒരു വോൾട്ടേജ് നിങ്ങളൊരു മൾട്ടിമീറ്റർ എടുത്ത് മെഷർ ചെയ്യുക. ഇവിടെ ഒരു നോബ് വെക്കും, ഇവിടെ ഒരു നോബ് വെക്കും. സോ ഇഫ് യു ആർ കണക്ടിങ് യു വിൽ ഗെറ്റ് 10.6. സോ ദിസ് വോൾട്ടേജ് ഈസ് ദ വോൾട്ടേജ് ബിറ്റ്വീൻ ഏതൊക്കെ? ഈ 10.6 എന്ന് പറയുന്നത് ഏതൊക്കെ വോൾട്ടേജിന്റെ സമ്മാണ്? This 10.6 is the sum of which all voltages? VCE. VCE യുടെ പിന്നെ VE. VE യുടെ. ക്ലിയർ ആണോ?
അങ്ങനെയാണെങ്കിൽ എനിക്ക് VCC കണ്ടുപിടിക്കാം. ഇവിടം വരെയുള്ള വോൾട്ടേജ് എനിക്ക് അറിയാം 10.6 ആണെന്ന്. അങ്ങനെയാണെങ്കിൽ VCC കണ്ടുപിടിക്കാം. എങ്ങനെ? VCC will be equal to ICRC plus 10.6. കുഴപ്പമുണ്ടോ? ഇങ്ങനെ എഴുതുന്നതിന് കുഴപ്പമുണ്ടോ? ഈ വോൾട്ടേജ് ഇവിടം വരെയുള്ള വോൾട്ടേജ് നമുക്കറിയാം. VCയും ഈ വോൾട്ടേജും കൂടെ സം ചെയ്യുന്ന വോൾട്ടേജ് ആണ് 10.6. അതെനിക്കറിയാം. സോ ഐ ക്യാൻ കാൽക്കുലേറ്റ് VCC equal to ICRC plus 10.6. Then VCC will be equal to IC യുടെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു 2 mA 2 into 10 raised to minus 3 into RC is 2.7 into 10 raised to 3 plus 10.6 volt. Just substituting we will get VCC will be equal to 16 volt. 16 volt എന്ന് കിട്ടും. ഈ പറഞ്ഞത് മനസ്സിലായോ? VCC കാൽക്കുലേറ്റ് ചെയ്ത് മനസ്സിലായോ? Is it clear? അപ്പൊ ഇൻപുട്ട് KVL എന്നോട് കിട്ടത്തില്ല. ഇൻപുട്ട് KVL എങ്ങനെ ഔട്ട്പുട്ടിൽ അപ്ലൈ ചെയ്യുന്നേ? അല്ല, ഇൻപുട്ടിൽ നമ്മൾ VCC നമുക്ക് VBE അറിയാം 0.7, പിന്നെ IB അറിയാം. അങ്ങനെ IB അറിയാം. ഓക്കെ. റിസ പറഞ്ഞൊരു കാര്യം ഞാൻ പറയാം. ഈ R1 നെക്രോസൈഡിലെ കറണ്ട് അറിയാമോ? R2 നെക്രോസൈഡിലെ കറണ്ട് അറിയാമോ? ഇനി R1 എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ് അറിയാമോ? റിസ പറഞ്ഞ മനസ്സിലായോ? R1 റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫാക്ടർ അത് അറിയാമോ? അറിയത്തില്ല. അതാ ഞാൻ പറഞ്ഞത്. അന്നേരം നമുക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല ഇവിടെ. ഈ പറഞ്ഞ ലോജിക്ക് മനസ്സിലായോ? റിസക്ക് ഈ പറഞ്ഞ ലോജിക്ക് മനസ്സിലായോ? എങ്ങനെ കണ്ടുപിടിക്കാന്ന്? ഓക്കെ, ശരി. ഇനി അടുത്ത് എഴുതുന്നത് ഈ 10.6 വോൾട്ട് 10.6 ഈ തന്നേക്കുന്ന 10.6 വോൾട്ട്. ഐ ടോൾഡ് ദാറ്റ് ദിസ് ഈസ് ദ സം ഓഫ് VCE ആൻഡ് ഇത്. So I can write 10.6 will be equal to VCE plus IERE. IE നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു നേരത്തെ കാൽക്കുലേഷനിൽ. IE we got like 2.02 milliampere. ഇത് IE ആണ്, IERE ആണ്. ഇതിലേക്കൂടെ പോകുന്ന കറണ്ട് IE ആണ്, എമിറ്റർ കറണ്ട് ആണ്. So I can state VCE will be equal 10.6 volt minus IE 2.02 into 10 raised to minus 3 into RE 1.2 into 10 raised to 3. That we will get VCE will be equal to 2.4 volt. VCE യുടെ വാല്യൂ നമുക്ക് 2.4 volt എന്ന് കിട്ടി. സോ ഇതും കിട്ടി, VCE കിട്ടി. Sorry. There is a mistake. ഇത് 2.4 അല്ല കേട്ടോ, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം കേട്ടോ. ഇത് VCE എന്ന് പറയുന്നത് 10.6 minus IERE. Let me do the calculation. Just 1 minute. That is 10.6 minus 10.6 minus 2.02 into 10 raised to 3, and that will be, we will get like that is 8.16. This voltage you will get 8.176 volt. ഇത്ര വോൾട്ടേജ് കിട്ടും. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് 2.4 വോൾട്ട് കിട്ടും. ക്ലിയർ? ഈസ് ക്ലിയർ? VCയുടെ കാൽക്കുലേഷൻ മനസ്സിലായോ? VC and VCC calculations clear? ക്ലിയർ? ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് R1ന്റെ വാല്യൂ ആണ്. R1ന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും പറയാമോ? ആരെങ്കിലും പറയാമോ? R1ന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും? ഏത് ഇക്വേഷൻസ് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ആ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും? വോൾട്ടേജ്. അതെ പറഞ്ഞോ. അല്ല, VCC into R2 by R1. അതെ. ആ ഇക്വേഷന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഒന്ന് പറയാം. ആരാ പറഞ്ഞത്? പേരൊന്ന് പറയാം. റിച്ചു ഈക്വൽ ടു റിച്ചുവിന്റെ LHS സൈഡ് എന്ന് പറഞ്ഞേ. ഈക്വൽ ടു 2 milliampere. അല്ലല്ല, LHS സൈഡ്. ആ ഇക്വേഷൻ പറഞ്ഞല്ലോ. അതാണ് ഈ ഒരു ഇക്വേഷൻ പറഞ്ഞു. ഇപ്പൊ റിച്ചു പറഞ്ഞ ഇക്വേഷൻ ഈ ഇക്വേഷനാണ്. VCC into R1 divided by R1 plus R2.
ഓക്കെ, അതെനിക്ക് മനസ്സിലായി. VCC അറിയാം, R2 അറിയാം, R1 കണ്ടുപിടിക്കാം. പക്ഷെ ഈ LHS സൈഡ് എന്തോ, ഈ സൈഡ് എന്തോ അതിന് ഈക്വൽ ടു 2 milliampere ആണോ? അല്ലല്ല, അതെങ്ങനെ? ഇത് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ പിടിക്കാൻ പറ്റും? ഇതിനെയാണ് നമ്മളൊരു വോൾട്ടേജ് ഇത് പറഞ്ഞായിരുന്നോ, ഒരു ഈക്വലന്റ് വോൾട്ടേജ് എന്നൊക്കെ പറഞ്ഞായിരുന്നോ? ആണോ? ശരിയാണോ? വോൾട്ടേജ് ഈക്വലന്റ് അല്ലേ? റിച്ചു പറഞ്ഞ ലോജിക്ക് ഞാൻ ഒന്നും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. റിച്ചു പറഞ്ഞത് 2 milliampere എന്നാ. ഈ ക്വാണ്ടിറ്റി എന്ത് ക്വാണ്ടിറ്റിയാണ്? ഡയമെൻഷൻസ് എടുത്തേ. ഇത് റെസിസ്റ്റൻസ്, ദാറ്റ് ഈസ് വോൾട്ടേജ് ഇൻറ്റു റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ R1 R2 കൂടെ കൂട്ടുമ്പോൾ വീണ്ടും റെസിസ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ ഈ ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് എന്തായിരിക്കും? കറണ്ട് ആണോ? ഡയമെൻഷൻ പ്രോപ്പർട്ടി, വോൾട്ടേജ് ഇൻറ്റു റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് ക്യാൻസൽ ആയി, വോൾട്ടേജാ, അല്ലാതെ കറണ്ട് അല്ല. പറഞ്ഞു മനസ്സിലായോ? ഓക്കെ, നമ്മുടെ വോൾട്ടേജ് ഡിവൈഡർ ബയസിംഗ് സർക്യൂട്ടിന്റെ നോക്കിയാൽ മതി. അതിനകത്ത് ഞാൻ ഇതിന്റെ LHS സൈഡ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ വോൾട്ടേജ് ഈക്വലന്റ് എന്ന് പറയുന്നത് ബേസിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ്. ദിസ് വോൾട്ടേജ് ഈസ് ഈക്വലന്റ് ടു ബേസ് വോൾട്ടേജ്. ബേസിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ്. ഞാനൊരു ഡയഗ്രാം ഒക്കെ വരച്ചായിരുന്നു, ഒരു ഈക്വലന്റ് സർക്യൂട്ട് ഡയഗ്രാം ഒക്കെ വരച്ചായിരുന്നു. ഈ വോൾട്ടേജ് നമ്മൾ ബേസിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ് മെൻഷൻ ചെയ്തേക്കുന്നത്. ബേസിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ് ഈ വോൾട്ടേജ്, V ഈക്വലന്റ് എന്ന് പറഞ്ഞ ഈ വോൾട്ടേജ്. നിങ്ങൾ അതിന്റെ വോൾട്ടേജ് ഡിവൈഡർ ബയസിംഗ് സർക്യൂട്ടിന്റെ വീഡിയോ എടുത്ത് നോക്കിയാൽ മതി. ഈ ബേസ് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഇവിടെ വരുന്ന വോൾട്ടേജ്, ബേസിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ്. ഈ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ രണ്ട് വോൾട്ടേജിന്റെ സമ്മാണ്. VBEയും IEREയുടെയും സമ്മാണ് ഈ ബേസ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഈ ബേസ് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വോൾട്ടേജിന്റെയും സമ്മാണ്. നിങ്ങൾ നേരത്തെ ആ ഡയഗ്രാം എടുത്ത് നോക്കുക, അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ കാൽക്കുലേഷനിൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഈ LHS സൈഡ് V ഈക്വലന്റ് എന്ന് പറയുന്നത് VB ആണ്, വോൾട്ടേജ് അക്രോസ് ബേസ്. സോ വോൾട്ടേജ് അക്രോസ് ബേസ് എന്ന് പറയുന്നത് രണ്ട് വോൾട്ടേജിന്റെ സമ്മാണ്, ഈ VB പ്ലസ് IERE. ഈ രണ്ട് വോൾട്ടേജ് നമുക്കറിയാം. സോ ഇതിന്റെ LHS സൈഡ് എഴുതുകയാണ്, ദാറ്റ് ഈസ് VBE പ്ലസ് IERE. അതാണ് ബേസിന് അക്രോസ് ഉള്ള വോൾട്ടേജ്. ദാറ്റ് വിൽ ബി ഈക്വൽ VCC into R1 divided by R1 plus R2. VCC കണ്ടുപിടിച്ചു. R1 നമുക്ക് അൺനോൺ ക്വാണ്ടിറ്റി ആണ്. R2ന്റെ വാല്യൂ അറിയാം, R1 അൺനോൺ ക്വാണ്ടിറ്റി ആണ്. VBയുടെ വാല്യൂ അറിയാം 0.7. IEയുടെ വാല്യൂ അറിയാം, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. REയുടെ വാല്യൂ അറിയാം 1.2K. ഇത് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ കിട്ടുമ്പോൾ യു വിൽ ഗെറ്റ് R1 ഈക്വൽ, അത് ഞാൻ ഫൈനൽ ആൻസേഴ്സ് എഴുതിയിട്ടില്ല, അത് നിങ്ങൾ നോക്കി കാൽക്കുലേറ്റ് ചെയ്യുക കേട്ടോ. R1ന്റെ വാല്യൂ. ഈസ് ദിസ് ഐഡിയ ക്ലിയർ ടു യു? ഈ പറഞ്ഞ ലാസ്റ്റിൽ പറഞ്ഞ ഐഡിയ ഈസ് ദിസ് ക്ലിയർ ടു യു? ഞാൻ ഈ പറഞ്ഞ ലാസ്റ്റ് പറഞ്ഞ ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായോ? ഇനി അല്ലെങ്കിൽ ഞാനത് വേറൊരു ക്യാൻവാസിലും കൂടെ ഞാൻ അതൊന്ന് പറഞ്ഞു തരാം. ഇങ്ങനെ ഒരു ഡയഗ്രാം ആണ് ഞാൻ വരച്ചത് കഴിഞ്ഞ ആ വോൾട്ടേജ് ഡിവൈഡർ ബയസിംഗ് സർക്യൂട്ടിൽ. ഇങ്ങനെ ഒരു ഡയഗ്രാം ഞാൻ വരച്ചിരുന്നു. R equivalent, V equivalent. ഇങ്ങനെ ഒരു ഡയഗ്രാം വരച്ചിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാവും. ഞാൻ പറഞ്ഞു ഈ R equivalent എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R1 പ്ലസ് R1 പാരലൽ R2. ഈ V equivalent ആണ് നമ്മൾ പറഞ്ഞ V equivalent ആണ് VCC ഇൻറ്റു R1 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നോക്കിയാൽ മതി. സോ ഈ വോൾട്ടേജ് എന്ന് പറയുന്നത് ഇവിടെ വരുന്ന വോൾട്ടേജ് ആണ് V equivalent. സോ ദാറ്റ് V equivalent ഈക്വൽ VCC ഇൻറ്റു R1 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. സോ ദിസ് V equivalent നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഈ വോൾട്ടേജ് എന്ന് പറയുന്നത് ഏതൊക്കെ വോൾട്ടേജിന്റെ സമ്മാണ്? ഈ വരുന്ന ബേസ് വോൾട്ടേജിന്റെയും ഈ വരുന്ന റെസിസ്റ്റൻസിന്റെയും കൂടെ സമ്മാണ് ഈ വരുന്ന ബേസ് വോൾട്ടേജ്. അതുകൊണ്ടാണ് ഞാൻ ഈ V equivalentന് പകരം ഞാൻ ഇങ്ങനെ എഴുതിയത് VBE പ്ലസ് IERE. ദാറ്റ് ഈസ് ഈക്വൽ ടു VCC ഇൻറ്റു R1 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2.
ഇനി അതിനകത്ത് ഒരു സ്റ്റെപ്പ് ഒരു അനാലിസിസും കൂടെ ഐ വിൽ എക്സ്പ്ലെയിൻ. ഇത് ഒരു ഐഡിയ. നെക്സ്റ്റ്, ഇത് ഫർദർ ആയിട്ടുള്ള സ്റ്റെപ്സിനകത്ത് നിങ്ങൾക്ക് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഈ R2-ന് അക്രോസ് സൈഡിലുള്ള വോൾട്ടേജ് VR2, ഇതിന് അക്രോസ് സൈഡിലുള്ള വോൾട്ടേജ് VBE, ഇതിന് അക്രോസ് സൈഡിലുള്ള വോൾട്ടേജ് VRE. അങ്ങനെയാണെങ്കിൽ ഈ VR2 എന്ന് പറയുന്ന വോൾട്ടേജിന്റെ എന്ന് പറയുന്ന ഏതൊക്കെ വോൾട്ടേജിന്റെ സമ്മാണ്? VR2 എന്ന് പറഞ്ഞ വോൾട്ടേജ് ഏതൊക്കെ വോൾട്ടേജിന്റെ സമ്മാണ്? ദിസ് VR2 എന്ന് പറയുന്നത് ഏതൊക്കെ വോൾട്ടേജിന്റെ സമ്മാണ്? ഇവിടെ നിങ്ങൾ ലൂപ്പ് എടുക്കുമ്പോൾ ഏതൊക്കെ വോൾട്ടേജിന്റെ സമ്മായിട്ട് വരും? VB പറഞ്ഞു. VR2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VBE യെസ്, ക്ലിയർ ആയോ? പക്ഷെ നമുക്കിവിടെ ഈ VR2 കണ്ടുപിടിക്കാൻ പറ്റില്ല, കാരണം ഇതിന് R2-ന് അക്രോസ് ആയിട്ടുള്ള കറണ്ട് അറിയത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. V ഇക്വലന്റ് എന്ന് പറയുന്നത് VCC into R1 divided by R1 plus R2. And this V equivalent is equal to VBE plus IER. അത് ആദ്യം കേൾക്കുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻസ് തോന്നും. നിങ്ങൾ വീഡിയോസ് കാണുക. ഈ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് ഞാനത് അപ്ലോഡ് ചെയ്യുന്നത്. സോ ഇതിനകത്ത് ജനറലി എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ, ഏത് പ്രോബ്ലംസ് വന്നാലും ബൈസിങ് സർക്യൂട്ട് ആണോ അതിനെക്കുറിച്ച് നിങ്ങൾ ബോധർ ചെയ്യേണ്ട. ഏത് ബൈസിങ് സർക്യൂട്ട് എന്നാലും പ്രോപ്പർ KVL എടുക്കുക, ഇൻപുട്ട് KVL എടുക്കുക, ഔട്ട്പുട്ട് KVL എടുക്കുക, എന്നിട്ട് സോൾവ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഞാൻ ആ പറഞ്ഞ സർക്യൂട്ടിന്റെ എല്ലാ അനാലിസിസിന്റെയും നട്ട്ഷെൽ ഇത്രയേ ഉള്ളൂ. ഇൻപുട്ട് KVL, ഔട്ട്പുട്ട് KVL, ദെൻ സോൾവ്. ഇത്രയേ ഉള്ളൂ. ഇത് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ അറിയാമെങ്കിൽ you can easily get the full marks for biasing circuits. Clear? Yes, sir. Yes. Okay.